ഹലോ, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ജർമ്മനിയിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് സമ്മിറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഹോസ്പിറ്റലുകാർ തന്നെ ഒരു ഡീറ്റെയിൽസ് സ്റ്റാൻഡേർഡ് സമ്മിറ്റിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. കൂടാതെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോമും കൂടി കിട്ടും. അത് നമ്മൾ ഫില്ല് ചെയ്യുക. അതും കൂടി നമ്മൾ സ്റ്റാൻഡേർഡ് സമ്മിറ്റിൽ കൊടുക്കേണ്ടതാണ്. എൻ്റെ ഇവിടെ വീടിനടുത്താണ് സ്റ്റാൻഡേർഡ് സമ്മിറ്റ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പോവുകയാണ് ചെയ്തത്. അവിടെ നമ്മളോട് ചോദിച്ചത് ഒറിജിനലായിട്ടുള്ള പാസ്പോർട്ട്, അച്ഛൻ്റെ അമ്മയുടെ പാസ്പോർട്ടും പിന്നെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ് അവിടെ നമ്മളോട് ചോദിച്ചത്. നമുക്ക് കോമൺ ആയിട്ട് 3 ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഒന്ന് നമ്മുടെ കയ്യിൽ തന്നെ വെക്കാനുള്ളതും, 2 നമ്മുടെ കിൻഡർ ഗൾഡിനുള്ളതും, 3-മത്തത് നമുക്ക് എൽട്ടൺ ഗൾഡിനുള്ളതാണ് കിട്ടുന്നത്. ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റും കൂടി അപ്ലൈ ചെയ്തായിരുന്നു. ഇൻ്റർനാഷണൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെയ്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. പിന്നെ ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് അവർ പറയുന്നുണ്ട്, അതും കൂടി നമ്മൾ ചെയ്യണം. നമ്മുടെ സ്റ്റാൻഡേർഡ് സമ്മിറ്റിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ എന്തായാലും അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ കാര്യം വെച്ച് ഞാൻ 2-ാമത്തെ ആഴ്ചയാണ് അവിടെ ചെയ്തത്. കാരണം വെച്ചാൽ എൻ്റെ കുട്ടി റീഅഡ്മിറ്റ് ആയിരുന്നു ഒന്നും കൂടി ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 2-ാമത്തെ ആഴ്ചയാണെങ്കിലും ഓക്കെയാണ്. പിന്നെ സിറ്റി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോകണമെന്നില്ല. ഹോസ്പിറ്റലുകാർ ഓൾറെഡി നമ്മുടെ ഡീറ്റെയിൽസ് സ്റ്റാൻഡേർഡ് സമ്മിറ്റിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അവർ സ്റ്റാൻഡേർഡ് സമ്മിറ്റിൽ നിന്ന് നമ്മുടെ ബ്യൂർഗർ ബ്യൂറോയിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ മെൽഡെ ബെഷീനിങ്ങും ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് ബ്യൂർഗർ ബ്യൂറോയിൽ ചെന്നിട്ട് ആ മെൽഡെ ബെഷീനിങ്ങും വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് അവിടെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഫാമിലി ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. എൻ്റെ ഇൻഷുറൻസ് TK ആയിരുന്നു. അപ്പോൾ ഞാൻ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് TK എന്നൊരു ലെറ്റർ വന്നായിരുന്നു. കുട്ടിയുടെ പേരും പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം വെച്ചിട്ട് വന്നായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു ഫോമും കൂടി അവർ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോം ഫില്ല് ചെയ്തു. പിന്നെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ഉർക്കുണ്ടയുടെ ഒരു കോപ്പിയും കൂടി വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു കോപ്പിയും കൂടി ഞാൻ വെച്ചിട്ട് അവർക്ക് അയച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഇവന് കുഞ്ഞുവാവക്ക് ഒരു പുതിയതായിട്ടുള്ള ഇൻഷുറൻസ് കാർഡും കൂടി കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ അർബൈറ്റ് കേബറോട് ഇൻഫോം ചെയ്യണം, കുട്ടി ഉണ്ടായ കാര്യം ഇൻഫോം ചെയ്യണം. പിന്നെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി കൂടി അവർക്ക് സെൻഡ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ L10 സൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കോമൺ ആയിട്ട് അമ്മമാർ 1 വർഷത്തേക്കാണ് എടുക്കുന്നത്. കൂടാതെ അച്ഛന്മാർക്കും എടുക്കാം. ഇപ്പോൾ അച്ഛന്മാർ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാവുന്നതിന് ഒരു 7 ആഴ്ച മുമ്പെങ്കിലും നമ്മുടെ അർബൈറ്റ് കേബറോട് ഇൻഫോം ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ L10 ഗൾഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. L10 ഗൾഡിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളൊരു ഉറുക്കുണ്ടെ കിട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ, അതും പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സുകളും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ L10 ഗൾഡിനും അപ്ലൈ ചെയ്യണം, കിൻഡർ ഗൾഡിനും അപ്ലൈ ചെയ്യണം. എനിക്ക് കിൻഡർ ഗൾഡിൻ്റെയും L10 ഗൾഡിൻ്റെയും ചെയ്തു തന്നത് എൻ്റെ ഹെബാമ തന്നെയായിരുന്നു. അതിന് കുറച്ച് പേപ്പർ വർക്ക്സുകളുണ്ട്, അത് ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഊദ്രൈ ഫോളോ ചെയ്യുക. കിൻഡറാസ്റ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി നമ്മൾ. അപ്പോൾ നമ്മൾ ഊദ്രയും കൂടി ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കിൻഡറാസ്റ്റ് നമുക്ക് ഓരോ ടെർമിൻ തന്നോളൂ, അതനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. സ്റ്റേ പോസിറ്റീവ്, ബി ഹാപ്പി.